ശ്രീരാമനാമം ജപസാരസാഗരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കബന്ധന മോക്ഷം കൊടുക്കുന്നു. കബന്ധഗതി അതുകൂടി വായിക്കും. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു. ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. വക്ഷസീവദനവും യോജനാബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം വക്ഷസീവക്ത്രം കാലും തലയുമില്ലതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടില്ല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരാനാം കൽപ്പിതം ധാതാവിനാലെന്തെന്നാൽ അതു വരും. രാഘവനേവം പറഞ്ഞിടിരോരനന്തരമാകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുല ഭാവാമെന്തിനെ വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോവീരനോ മതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായേലിതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചോദിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥ രാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നിതു നേരമതേ മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ യതിഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ടു തവാവേഷ്ടിരന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരിടോ വികൃതരൂപം ധരിച്ചോരോ ഭവാൻ, നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനം. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലം മാറുകാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതിസുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിരു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൻ. തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷതൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ. ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കും നാൾ. വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടും. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവീനെ പാഞ്ഞടുത്തേന ധീരുഷ. ശതകോടിയാൽ തലയറുത്തു ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണമദബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ. വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനോ മുത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര. വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാടോ ഉത്തമോത്തമാ രഘുനായക ദയാനിധി.
വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദവിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനെ കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നും ഉദ്ധിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവേശനായി കോൾമയിർ കണ്ടു ഗൽഗതാക്ഷരവാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരുവടിയുടെ തത്വമേതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളണം. അവ്യക്തമതിസൂക്ഷ്മമായോരോ ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേക മന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതോ വിരാൾ പുരുഷനതിസ്ഥൂലം. ഭാവനാവിഷയമായൊന്നതോ യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാൾ പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാൾ പുമാനാകിയ ഭഗവാൻ തന്ന അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. വിരാൾ പുരുഷ വർണ്ണനയാണ് വർണ്ണിക്കുന്ന കബന്ധസ്തുതിയിൽ. അതായത് 14 ലോകങ്ങളും ചേർന്ന വിരാൾ സ്വരൂപത്തെ വർണ്ണിക്കുന്നു. ഈ കാണുന്ന വിശ്വം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപമായി പറയുന്നത്. സത്യലോകം ആണ് ഏറ്റവും മുകളിൽ നിന്നുള്ള ആ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം. അത് ശിരസ്സായിട്ടും അതുവരെ പാതാളം വരെയുള്ള ആ കാലടി വരെയുള്ള ഭാഗങ്ങളെ ഭൂമിക്ക് മേലെ 7 ഭൂമിക്ക് മേലെയും കൂടിയിട്ട് 7 ലോകങ്ങളും ഭൂമിക്ക് താഴെ 7 ലോകങ്ങളും അങ്ങനെ 14 ലോകങ്ങളടങ്ങുന്ന വിരാൾ പുരുഷനെയാണ് ഓരോന്നും ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ട് പറയുന്നു. തുങ്കനാം വിരാൾ പുമാനാകിയ ഭവാൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥാതേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ. ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. ഭഗവാന്റെ നാഭിയാണ് അന്തരീക്ഷം, ഉരസ്ഥലം മാർവിടമാണ് ദേവലോകം, അതിനുശേഷം കണ്ഠദേശം മഹർലോകം, തുണ്ടമാർ ജനലോകം മുഖം, ശംഖദേശം എന്ന് പറഞ്ഞാൽ തപോലോകം, അതായത് ലലാടം, ശിരസ് സത്യലോകം. ഇങ്ങനെയാണ് 7 ലോകങ്ങൾ പറയുന്നത്. ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ. ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ഠദേശം ദേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം ദേ തപോലോകമങ്ങതിന്മേതേ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം ദേ പുരുഷോത്തമ ജഗൽ പ്രഭോ. ഉത്തമാംഗം എന്ന് പറഞ്ഞ ശിരസ്, ഭഗവാന്റെ ശിരസ്സായിട്ട് സത്യലോകത്തെ പറയുന്നു. സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും, അതേപോലെ മേഘജാലങ്ങളെല്ലാം ഭഗവാന്റെ കേശങ്ങളായി വർണ്ണിക്കുന്നു. ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ. ഇന്ദ്രാദി ദേവന്മാരെല്ലാം ആ ഭഗവാന്റെ കൈകളായിട്ട് പറയുന്നു.
ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതോ വന്നി നേത്രമാദിത്യൻ തന്നെ. ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ, ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ. കോപകാരണമഹങ്കാരമായതു രുദ്രൻ, വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ. നക്ഷത്രപംക്തിയെല്ലാം തിജപംക്തികളല്ലോ. നക്ഷത്രപംക്തികളെല്ലാം ഭഗവാന്റെ പല്ലുകളായിട്ട് പറയുന്നു. ഹാസമായതു മോഹകാരിണി മഹാമായ, വാസനാ സൃഷ്ടിസ്തവാപംഗമോക്ഷണമല്ലോ. ഭഗവാന്റെ മന്ദഹാസം മായയായിട്ട് പറയുന്നു. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം, ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ, സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും. പർവ്വതങ്ങളെല്ലാം അസ്ഥികളാകുന്നു, നദികളെല്ലാം നാടികളാകുന്നു. വൃക്ഷൗദ്യ ഔഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും. മഹാദേവനാണ് ഭഗവാന്റെ, വിരാട് പുരുഷനായ ഭഗവാന്റെ ഹൃദയം. വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം, പുഷ്ടമാം മഹീപതേ കേവലജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലമിതിൽ കാലം മുഖ്യമായിരിപ്പോ നീതിക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസാവേഷം ധരാവല്ലഭം ശാന്താകാരം, ചാപേഷൂകരം ജടാവൽക്കലാവിഭൂഷണം. കാനനീ വിജിന്നന്തം ജാനകിം സലക്ഷ്മണം, മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മാനസേ വസിപ്പതിന്നായലം ചിന്തിക്കുന്നേൻ, ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമാം. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ, ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി. നിന്തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ മഹാദേവനും ദേവിയും കാശിയിൽ ഇരുന്നരുളുന്നു, അവിടെയുള്ള ജനങ്ങൾക്ക് മുക്തി നൽകാൻ വേണ്ടി. നിന്തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. കാശിയെ മുക്തിപുരി എന്ന് പറയും. കാശിയിൽ മരിക്കുന്നവർക്ക് പിന്നെ ജന്മമില്ല. മഹാദേവൻ അവിടെ മരിക്കുന്നവരുടെ ചെവിയിലൊക്കെ ചെന്ന് ശ്രീരാമ മന്ത്രം, താരകബ്രഹ്മ ആ മന്ത്രം ഉപദേശിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന മഹാദേവൻ വസിക്കുന്നു കാശിയിൽ, ശ്രീരാമൻ്റെ മഹാത്മ്യം വർണ്ണിച്ചുകൊണ്ട്. പരമാത്മാവോ പരബ്രഹ്മം നിന്തിരുവടി, പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു, മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. ഈ മഹാമായയിൽ മുഴുകിയിട്ടുള്ള അറിവില്ലാത്തവരിങ്ങനെ ഈ ഭഗവാനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാനാണ് എന്ന് പറയാം. രാമഭദ്രായ പരമാത്മനേ നമോ നമ, രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ, പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധി. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം. എല്ലാവരും ഇതുതന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ മായാ മോഹത്തിൽ ഞാൻ വലഞ്ഞു പോകരുതേ. അവിടുത്തെ മായാദേവി എന്നെ മോഹിപ്പിക്കാതെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തര ഉത്തമ പുരുഷനാം ദേവനൂപനും ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ, ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും. സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനേ മൽപ്രസാദത്താലിടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപതനമിനീവരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ.
മുമ്പിലമ്മാറു കാണാം മതംഗാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതംഗാശ്രമം കാണാം. അതിൻ്റെ അടുത്ത് ശബരി തപസ്വിനിയായ ശബരി അവിടെ കഴിയുന്നുണ്ട്. ശ്രീരാമൻ ഭക്തയായ ശ്രീരാമൻ്റെ പാദാംബുജം ഭക്തി കൊണ്ട് ജപിച്ചുകൊണ്ട് ആ ശ്രീരാമനെ ദർശിക്കാനായിട്ട് കാത്തിരിക്കുന്നു. അവളെ ചെന്ന് കണ്ടാൽ ആ ശബരി മുക്തയായിത്തീരും. ഭഗവാനെ ധ്യാനിച്ച് മുക്തയായിത്തീരും. അത് തന്നെയല്ല, അവളെ ചെന്ന് കണ്ടാൽ അവനീസുത തന്നെ ലഭിക്കും. ആ സീതാദേവിയുടെ വൃത്താന്തം ആ ശബരി അങ്ങേക്ക് പറഞ്ഞു തരും എന്നെല്ലാം ആ കബന്ധൻ പറയുകയും ചെയ്തു. അഗന്ധർവനായിട്ടുള്ള ഇപ്പം ഗന്ധർവശ്രേഷ്ഠനായിരുന്നു കബന്ധൻ എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഗന്ധർവശ്രേഷ്ഠൻ തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഭൂവ് അവിടുന്ന് മറഞ്ഞു. അങ്ങനെ വീണ്ടും ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം അവർ രാമലക്ഷ്മണന്മാർ വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കുന്നു. സീതയുടെ ആശ്രമത്തിലെത്തുന്നു. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരോ രാമലക്ഷ്മണന്മാരും ഘോരമമ്പനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന് ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസീ ഭക്ത്യാ സമ്പതിച്ചിതോ പാദാംബോരുഹ യുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടും അവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചുതൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനോ ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നീതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനീജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നേതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കോ രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതം വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. എൻ്റെ ഗുരുഭൂതന്മാരിങ്ങനെ പറഞ്ഞിരുന്നു. അവർ ശ്രീരാമനെ കാണാൻ സാധിച്ചില്ല. ചിത്രകൂടത്തിൽ ശ്രീരാമൻ എത്തിയിരുന്ന സമയത്ത് തന്നെ ആ ഗുരുഭൂതന്മാരായ ആ മഹാത്മാക്കൾക്ക് കാണാൻ സാധിച്ചില്ല. അവർ ബ്രഹ്മലോകം പ്രാപിച്ചു. എന്നോട് പറഞ്ഞു അവർ ഇവിടെ തന്നെ നീ ഇവിടെ ശ്രീരാമ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുക. ഒരു ശ്രീരാമൻ ഇവിടെ എത്തിച്ചേരും. ചിത്രകൂടത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുമ്പോൾ നിൻ്റെ അടുത്ത് എത്തിരുമ്പോൾ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരു യോഗന്മാർക്കാം. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരു ഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതാഹീനജാതിയിലുള്ള മൂഢ ഞാനിതേനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനോം അവകാശം വന്നതോ മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമെങ്ങുൾ കമലത്തിലറിയപ്പോകാതെ ആനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതിനാം ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രീ. പുരുഷനോ സ്ത്രീയോ ജാതി നോക്കിയിട്ടുമൊന്നുമല്ല ഭഗവാനെ ഭജിക്കുക. ഭഗവാനെ ആർക്കും ഭജിക്കാം. ഭഗവാൻ എല്ലാവരും ഒരുപോലെ തന്നെയാണെന്ന് പറയാം. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. ഭക്തി കൊണ്ടേ മുക്തി വരുള്ളൂ. തീർത്ഥസ്നാനാദീതബോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖീല കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും.
തീർത്ഥസ്നാനം കൊണ്ടോ തപസ് കൊണ്ടോ ദാനം കൊണ്ടോ വേദ അധ്യയനമോ അതേമാതിരി ക്ഷേത്രോപവാസം യാഗം ഇങ്ങനെ ഇതെല്ലാം കർമ്മങ്ങളെ കൊണ്ട് മാത്രം മുക്തി കിട്ടില്ല. ഭക്തി കൂടി വേണം. ഭക്തിയില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ഫലം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഭക്തി ഒഴിഞ്ഞ് ഒന്നും എന്നെ കിട്ടാൻ സാധിക്കില്ല. എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. ഭക്തിയുടെ 9 വിധം ഭക്തി പറയുന്നുണ്ട്. ഭക്തി ഉണ്ടാവാനുള്ള ആ മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം 2ാം സാധനം. 3ാമതും മൽഗുണേ ഋണം. പിന്നെ മത്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസന 5ാമതും. ആദ്യം തന്നെ സജ്ജന സംസർഗം. പിന്നെ ഭഗവത് കഥകളൊക്കെ കേൾക്കുക, ആലപിക്കുക. പിന്നെ 3ാമത് ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക, ഭഗവാന്റെ വാക്യങ്ങളെ മനസ്സിൽ ചിന്തിക്കുക. പിന്നെ മൽക്കലാജാതനായ, അതായത് എൻ്റെ തന്നെ രൂപമായ ആചാര്യനെ വേണ്ട പോലെ ഉപാസിക്കുക. ഇങ്ങനെയുള്ളതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. പുണ്യശീലം വേണം. യമനിയമാദികളോടുകൂടി ഒരിക്കലും മുടങ്ങാതെ ഭഗവാനെ പൂജിക്കുക എന്നുള്ളത് 6ാമത്. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുക എന്നുള്ളത് 6ാമതും. മന്മന്ത്രോപാസകം 7ാമതും. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും. ഇതാണ് പ്രധാനം. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്വത്വ വിചാരം കേളും വദാമതോ ഭദ്രേ. ഇങ്ങനെ ഭഗവാന്റെ തത്വങ്ങളെ വിചാരം ചെയ്യുന്നതും ആ 9ാമത്തെ തരത്തിലുള്ള ഭക്തി. 9 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ചിത്തശുദ്ധിക്കു മൂലമാദി സാധനം നൂനം ഉക്തമായതോ ഭക്തി സാധനം 9വിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. തിര്യയോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനേ മർത്യനുത്തമ തപോധനേ. ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് സത്സംഗം കൊണ്ടാണ്, ആ ഗുരുകൃപ കൊണ്ടാണ് തനിക്ക് അനുഭവജ്ഞാനം ഉണ്ടാവുക. തത്വങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കലും അനുഭവജ്ഞാനം ഉണ്ടാവുമെന്നൊക്കെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയോ മടുത്തിതു നിനക്കു തപോധനേ. ഭക്തി ഉള്ളത് കൊണ്ടാണ് നിനക്കെന്നെ കാണാൻ സാധിച്ചത്. നിന്റെ മുക്തിയും അടുത്തു കഴിഞ്ഞു. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാനീത സീതാമൽപ്രിയ മനോഹരേ. സീതയെക്കുറിച്ച് അറിയുമെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറയാം. രാഘവവാക്യമേവം കേട്ടോരു ശബരിയുമാകുലമകലുമാറാദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടേ സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. എല്ലാം അറിയാം, അങ്ങക്കെല്ലാം അറിയുമെങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. സീതാദേവി ദുഃഖത്തോടെ ലങ്കാപുരിയിൽ വാഴുന്നു. കൊണ്ടുപോയതോ ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതോ ദിവ്യദൃശ തണ്ടലർ മകളെ ഞാൻ. എൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു. എല്ലാം ലങ്കയിൽ കൊണ്ടുപോയിരിക്കുന്നു ആ ദശാനനൻ. മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവ്വതവരം ഋഷ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. കുറച്ച് ദൂരം കണ്ടു ചെന്ന പമ്പയാകുന്ന സരസിനെ കാണും. അതിനെ അടുത്ത ഋഷ്യപർവ്വതം. ആ ഋഷ്യപർവ്വതത്തിൻ്റെ മുകളിലാണ് ഋഷ്യമൂകം എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിൽ സുഗ്രീവൻ വസിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. കാരണം ബാലിയെ പേടിച്ചാണ് അവിടെ പോയിരിക്കുന്നത്. ആ കഥകളൊക്കെ പറയും പിന്നീട്. ബാലി സുഗ്രീവനെ തമ്മിലുള്ള വൈരമുണ്ടാവാനുള്ള കാരണമൊക്കെ സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നുണ്ട്.
അടുത്ത ഭാഗത്ത്. അപ്പോൾ ആ ബാലിയെ പേടിച്ച് ഋഷിമുഖ പർവ്വതത്തിൽ വസിക്കുന്നു സുഗ്രീവൻ. അതായത് സൂര്യൻ്റെ പുത്രനാണ് സുഗ്രീവൻ. 4 മന്ത്രികളോടുകൂടിയാണ് അവിടെ വസിക്കുന്നത്. അവിടെ ഹനുമാൻ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സംഗീതമായ നൂദിനം. ബാലിക്കു മുനീശാപം പേടിച്ചു ചെന്നുകൂടാ, പാലനം ചെയ്തു ഭവാനവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടിന്നാൽ, ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. അങ്ങനെ ഹനുമാനെ പറഞ്ഞിരിക്കുന്നു. സുഗ്രീവൻ ആ ശ്രീരാമനെ അവിടെ കാണുന്നു. ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടു. ഹനുമാനെ പറഞ്ഞേക്കാണ് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. തൻ്റെ മിത്രമാണോ ശത്രുവാണോ എന്നറിയണമല്ലോ. ബാല്യംഗം പറഞ്ഞയച്ച് വന്ന വല്ല ശത്രുവാണോ എന്നുള്ള ആ സുഗ്രീവൻ്റെ ഭയം. അങ്ങനെ പേടിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിരുന്നു ഇവരെ കണ്ടപ്പോൾ. അതൊക്കെ അടുത്ത ഇതിലാണ് പറയാം. അപ്പോൾ ശബരി പറയാണ്, കുറച്ച് ദൂരെ ചെന്ന് കഴിഞ്ഞാൽ ആ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത ആ കാര്യമെല്ലാം സാധിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം പറയാണ് ശബരി, എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ആ ഭഗവത് പദത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയാണ്. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ. കുറച്ചു നേരം ഒരു മുഹൂർത്തം മാത്രം അവിടുന്ന് ഇവിടെ പാർക്കണം, കാത്തിരിക്കണം. അതായത് തീർക്കണം മായാകൃത ബന്ധനം ദയാനിധേ. എൻ്റെ മായാകൃതമായ ഈ ബന്ധനം ഇല്ലാതെ ആക്കിത്തരണം. ഭക്തി പൂണ്ടിത്ത മുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചതു ശബരിക്കതു കാലം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ദേവലോകത്തിൽ ഭഗവത് പദത്തിൽ എത്തിച്ചേർന്നു ശബരി. ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നിൽ എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കോ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവവുമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ആ ശ്രീരാമൻ്റെ മന്ത്രം തന്നെ എപ്പോഴും ജപിച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ കഥ കേൾക്കുക, ചൊല്ലുക. ശ്രീരാമൻ ഭക്തി വർദ്ധിപ്പിക്കുക, പൂജിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശ്രീരാമമയമാണ് ഈ ലോകം മുഴുവൻ എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമൻ ചന്ദ്രനോട് ഐക്യം പ്രാപിക്കാമെന്നെല്ലാം ആ മഹാദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ എന്ന് പറഞ്ഞു. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. അങ്ങനെ ഭഗവാൻ ആ കഥ കേട്ട് കഴിഞ്ഞിട്ട് പരമേശ്വരി പാർവതീദേവി ശ്രീരാമനെ ധ്യാനിച്ച് ഭക്തിയിൽ മുഴുകി മനസ്സ് ആ ശ്രീരാമങ്കിൽ ഉറപ്പിച്ചു. പൈങ്കിളി പൈതലാനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൻ. ആ പൈങ്കിളി പൈതലും ആനന്ദത്തോടുകൂടി ഭഗവാനെ ജയിച്ച ശ്രീരാമൻ ശങ്കര ജയ ജയ ശങ്കര എന്നൊക്കെ പറഞ്ഞ് ജയം പാടിക്കൊണ്ട് അവിടെ ഇരുന്നു. ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ശ്രീ മഹാദേവന് ജയം പറഞ്ഞുകൊണ്ട് പിന്നെ മൗനമായി തീർന്നു. അങ്ങനെ തത്തെ കൊണ്ടാണല്ലോ പറയിക്കുന്നത് ഈ കഥ. അങ്ങനെയാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത്. ശ്രീ മഹാദേവൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഈ അധ്യാത്മരാമായണം. തുഞ്ചത്ത് എഴുത്തച്ഛൻ അത് ഒരു തത്തെ കൊണ്ട് പറയിക്കുന്ന പോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
इत्यध्यात्मरामायणे उमामहेश्वरसंवादे आरण्यकाण्डं समाप्तम्। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम्। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे।